ആദ്യം ഞാൻ ശ്രീ രാജു എബ്രഹാമിലേക്ക് പോവുകയാണ്. ശ്രീ രാജു എബ്രഹാം, പത്തനംതിട്ടയിൽ ശക്തമായ മഴക്കെടുതി തുടരുകയാണ്. അത് 2018 ആവർത്തനം എന്ന രൂപത്തിലാണോ അങ്ങ് കാണുന്നത്? ഇത് വരുത്തിവെച്ച ദുരന്തം എന്നുള്ള പ്രയോഗം ആദ്യമായി ഇടതുപക്ഷത്തു നിന്നും വന്നത് അങ്ങയുടെ വായിൽ നിന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെയൊരു പ്രയോഗം? തീവ്ര മഴയാണ് വെള്ളിയാഴ്ച രാത്രി ഉണ്ടായത്. അങ്ങനൊരു തീവ്ര മഴ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ IMD ഉണ്ട്, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ഉണ്ട്, അങ്ങനെയുള്ള നിരവധി ഏജൻസികളുണ്ട്. അങ്ങനെയുള്ള ഏജൻസികൾ സ്വാഭാവികമായും ആ തീവ്രമഴ ഉണ്ടാവുന്ന സ്ഥലങ്ങളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കാറുണ്ട്. അങ്ങനെ ഒരു റെഡ് അലേർട്ട് ഇവിടെ പ്രഖ്യാപിച്ചില്ല. ഇവിടെ വെള്ളം നിറഞ്ഞു, ടൗണുകളിൽ നിറഞ്ഞ് കടകളെല്ലാം മുങ്ങി, വീടുകൾ മുങ്ങിക്കഴിഞ്ഞ് ഇന്നലെ പുലർച്ചെയാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത്. അപ്പോഴേക്കും നഷ്ടം വരാനുള്ളത് മുഴുവൻ വന്നു. ആയിരക്കണക്കിന് വീടുകളിലാണ് പമ്പാവാലി മുതൽ അങ്ങ് താഴെ ആറന്മുളയും അങ്ങ് ചെങ്ങന്നൂരും ഒക്കെയുള്ള പ്രദേശങ്ങളിൽ വെള്ളം കയറിയത്. അവർക്കൊരു സാധനങ്ങൾ എടുത്തു മാറ്റാൻ കഴിഞ്ഞില്ല. അവർക്ക് മുൻകരുതൽ, റെഡ് അലേർട്ട് ഉണ്ടെങ്കിൽ ജനങ്ങൾ ഇന്ന് ബോധവാന്മാരാണ്. 2018 ശേഷം നമുക്ക് ധാരാളം ചർച്ചകൾ നമ്മൾ നടത്തിയതാണ്. ഒരു റെഡ് അലേർട്ട് ഉണ്ടായാൽ ആ വീടുകളിലെ അവർക്ക് മാറ്റിക്കൊണ്ടുപോകാൻ കഴിയുന്ന സാധനങ്ങളൊക്കെ അവർ മാറ്റിക്കൊണ്ടു പോകും. അങ്ങനെ മാറ്റിക്കൊണ്ടു പോകാൻ അവർക്ക് കഴിഞ്ഞില്ല. ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ, മണ്ണിടിച്ചിലുണ്ടാകുന്ന സ്ഥലങ്ങളിൽ, ഉരുളുപൊട്ടലുണ്ടാകുന്ന സ്ഥലങ്ങളിൽ അവരെ മാറ്റി പാർപ്പിക്കാനുള്ള സംവിധാനങ്ങൾ, അതാണ് സർക്കാർ ഏകോപനം എന്ന് പറയുന്നത്. ഒരു വാർ റൂം കേരളത്തിൽ അത്തരം ഘട്ടങ്ങളിൽ തുറന്നിട്ടുണ്ട്. അങ്ങനൊരു വാർ റൂം കേരളത്തിൽ തുറന്നിട്ടുണ്ടോ? ഉള്ളതായിട്ട് ആർക്കും അറിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ തലവൻ എന്ന നിലയിൽ മുഖ്യമന്ത്രി നേരിട്ട് നടത്തുന്ന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അത്തരത്തിലൊരു വാർ റൂം തുറക്കുകയും ബന്ധപ്പെട്ട വകുപ്പുകളെ ഏകോപിപ്പിച്ച് ദുരന്ത നിവാരണത്തിനോട് മുൻകൂർ എന്തൊക്കെ ചെയ്യണം. ഇപ്പോൾ തീവ്രമായ മഴ വന്നു കഴിഞ്ഞാൽ മഴയെ നമുക്ക് തടുത്തു നിർത്താൻ കഴിയില്ല സ്വാഭാവികമായിട്ടും. പക്ഷേ നമ്മൾ മുൻകരുതൽ എന്തൊക്കെ എടുക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, മൂഴിയാർ അണക്കെട്ട് തുറന്നു വിട്ടു. മൂഴിയാർ അണക്കെട്ട് തുറന്നു വിടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ താഴെ കാരിക അണക്കെട്ടുണ്ട്. അത് ചെറിയ അണക്കെട്ടാണ്. പക്ഷേ മൂഴിയാർ അണക്കെട്ട് നല്ല വലിപ്പമുള്ളതാണ്. കക്കിയോ ആനത്തോടിന് അത്രയും വലിപ്പം ഇല്ലെങ്കിലും വലിയ അണക്കെട്ടാണ്. ഈ അണക്കെട്ട് രാത്രി 1 മണിക്ക് ശേഷം തുറന്നു വിടുമ്പോൾ എന്തെങ്കിലും മുന്നറിയിപ്പ് നൽകണ്ടേ? അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയില്ല എന്നുള്ളതാണ് ഈ നിറഞ്ഞു കിടന്ന പമ്പയിലേക്ക് ജലം, ഈ അധിക ജലം കൂടി വന്നപ്പോഴാണ് നമ്മുടെ നാശനഷ്ടം സമ്പൂർണമായി മാറിയത്. അതുകൊണ്ടാണ് ഈ അണക്കെട്ട് തുറന്നു വിടുമ്പോൾ പാലിക്കേണ്ട പ്രോട്ടോകോൾ, ആ പ്രോട്ടോകോൾ കൃത്യമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ബന്ധപ്പെട്ട ജനപ്രതിനിധികളെ അറിയിക്കണം, ബന്ധപ്പെട്ട പഞ്ചായത്തുകളെ അറിയിക്കണം, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അവരെ അറിയിക്കണം. കാരണം ജാഗരൂകരാകാൻ വേണ്ടിയാണ്, അവർ തയ്യാറെടുപ്പ് നടത്താൻ വേണ്ടിയാണ്. അതോടൊപ്പം തന്നെ കൃത്യമായ അനൗൺസ്മെൻറ്റ് എല്ലാ കാലഘട്ടങ്ങളിലും നടന്നിട്ടുണ്ട്. അപ്പോൾ ആ കൃത്യമായ അനൗൺസ്മെൻറ്റ് ഇനി വേറെ ഒന്നും ചെയ്യേണ്ട, ആരെ അറിയിക്കേണ്ട. ഈ അനൗൺസ്മെൻറ്റ് നടത്താൻ റവന്യൂ അധികാരികളെയും പോലീസിനെ അറിയിച്ചിരുന്നെങ്കിൽ അവർ ഈ അണക്കെട്ട് തുറക്കുമ്പോൾ തന്നെ കൃത്യമായിട്ടുള്ള അനൗൺസ്മെൻറ്റ് നടത്തിയതിനെ ആ വെള്ളം ഒഴുകിയെത്താൻ 2-3 മണിക്കൂർ എടുക്കും. ആ സമയം കൊണ്ട് തന്നെ വീടുകളിലെ സാധനങ്ങൾ മാറ്റാം, കടകളിലെ സാധനങ്ങൾ കുറേയെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിയും. പൂർണ്ണമായി രക്ഷപ്പെടുത്താൻ കഴിയും എന്ന് പ്രതീക്ഷിക്കാൻ കഴിയത്തില്ല. ഒറ്റ ദിവസത്തെ മഴയാണ് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ ഒരു ദിവസം പെയ്ത മഴ പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ഈ അറിയിപ്പ് ലഭിക്കാതിരുന്നത് കൊണ്ട് ഇത്തരം ഒരു ദുരന്തം വന്നു ഭവിച്ചതുകൊണ്ടാണ് ഒരു സർക്കാർ സ്പോൺസേഡ് ദുരന്തം എന്ന് ഞങ്ങൾ പറയുന്നതും. ഇതിന് നഷ്ടപ്പെട്ട വീട്ടുകാർക്ക്, നഷ്ടം വന്ന കച്ചവടക്കാർക്ക്, എല്ലാവർക്കും ഒരു വ്യത്യാസമൊന്നുമില്ല. അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ സർക്കാർ സന്നദ്ധമാകണം എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ ഏകോപനമില്ലായ്മ വന്നതുകൊണ്ട് മാത്രമാണ്. സന്നദ്ധ പ്രവർത്തകരാണ് പുലർച്ചെ 4 മുതൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടത്. അതിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, രാഷ്ട്രീയമില്ലാത്തവരുണ്ട്, സന്നദ്ധ പ്രവർത്തകരുണ്ട്. DYFIയുടെ പ്രവർത്തകർ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. മറ്റു പ്രവർത്തകരും മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുണ്ടായിരുന്നു. അപ്പോൾ ആ സന്നദ്ധ പ്രവർത്തകരുടെ സഹായം ഇല്ലായിരുന്നെങ്കിൽ നിരവധി കാഷ്വാലിറ്റി നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ ഉണ്ടാകുമായിരുന്നു. അവരാണ് വീടുകളിൽ കുടുങ്ങിക്കിടന്നവരെ രക്ഷാസ്ഥാനങ്ങളിലേക്ക് എത്തിച്ചത്. എന്നാൽ കച്ചവട സ്ഥാപനങ്ങൾ അവരൊന്നും അറിഞ്ഞില്ല. അവർ വന്നപ്പോഴേക്കും അവരുടെ കടകളിൽ മുഴുവൻ വെള്ളമായി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് പലരും ഷട്ടർ പോലും ഉയർത്തിയിട്ടില്ല. ഇന്ന് ഉയർത്തിയപ്പോൾ എന്താ കണ്ട കാഴ്ച? എത്ര ദുരിതമാണ്!
8ഉം 10ഉം ലോറികൾ സാധനങ്ങൾ ഓരോ കടയിലും നഷ്ടപ്പെട്ട് നീക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു ദുരന്തം സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു പരിധി വരെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ കഴിയും ഞാൻ ഒരിക്കലും പറയില്ല. കാരണം പ്രകൃതി അത്തരത്തിൽ സംഹാരതാണ്ഡവം ആടുമ്പോൾ കുറച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടാവും. പക്ഷേ ഒഴിവാക്കാൻ കഴിയുന്നത് മുഴുവൻ നമുക്ക് ഒഴിവാക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഇവിടെ ചർച്ച ചെയ്യേണ്ടതും നഷ്ടപരിഹാരം കൊടുക്കേണ്ടതും. സർക്കാരിൻ്റെ ഉത്തരവാദിത്വം അവിടെ നിർവഹിച്ചില്ല എന്നുള്ള കാര്യം വരുന്നതും അങ്ങനെയാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.